PV അൻവർ. നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് പെട്ടെന്ന്, ഒരിക്കലും വിചാരിക്കാത്തതെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് ആണ് നടന്നിട്ടുള്ളത്. കാരണം സത്യം പറഞ്ഞാല് ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള വലിയ പ്രസ്ഥാനങ്ങൾ, വലിയ വിമർശനങ്ങൾ ആണ് ഉന്നയിച്ചിട്ടുള്ളത് PV അൻവർ. പക്ഷെ അതിൽ എനിക്ക് എല്ലാത്തിനോടല്ല, ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. ഞാൻ എന്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ അൻവറിനോട് പേഴ്സണലി ഒരു വിയോജിപ്പ് ഈ ഒരു ഘട്ടത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, അൻവർ എന്ന് പറയുന്ന വ്യക്തിഗത പക്ഷത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന് CPM സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സമയം എടുത്തിട്ടാണ് അത് തീരുമാനമാവുള്ളൂ. അതിനിപ്പോ ഇപ്പൊ സെൻകുമാറിന്റെ വിഷയം പണ്ട് അങ്ങനെയായിരുന്നു. ചാടിക്കടന്ന് പുറത്താക്കി, പിന്നെ അയാൾ കോടതി പോയി വീണ്ടും അത് വിധി വാങ്ങിയെടുത്ത് വീണ്ടും അയാൾ ആ സ്ഥാനത്തേക്ക് വന്ന് നാണക്കേടായി സർക്കാരിന്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും വരാതിരിക്കാനായിരിക്കാം ഒരു പക്ഷെ നീട്ടിക്കൊണ്ടു പോകുന്നത്, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ MLA ആക്കിയതും ഈ പറയുന്ന അൻവർ എന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തതിലും ഇടതുപക്ഷവും CPM-ഉം LDF-ന്റെ പ്രവർത്തക സഖാക്കളൊക്കെ ഒരുപാട് പേര് അധ്വാനിച്ചിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണം അദ്ദേഹം നാട്ടിന് കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇന്നത്തെ ഒരു പ്രസ്താവനയും വാർത്താ സമ്മേളനവും വേണമായിരുന്നു എന്നുള്ളതാണ് എന്റെ. പക്ഷെ അതിൽ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. അതായത് പറഞ്ഞു പോണല്ലോ, അതായത് ബാക്കിയുള്ളവരൊക്കെ പറയുമ്പോ ആഹാ എന്ന് പറഞ്ഞിട്ട് സ്വന്തം പാർട്ടി പറയുമ്പോ ഓഹോ എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. ഈ പറഞ്ഞതില് ഞാൻ പറയാം അതിലേക്ക് വരാം. അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ അൻവർ ജയിച്ചതിലും പ്രവർത്തിച്ചതിലൊക്കെ CPM-മാർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു. പങ്കുണ്ടായിക്കോട്ടെ, തെറ്റുണ്ട ചൂണ്ടിക്കാണിക്കണ്ട. അല്ല, ചൂണ്ടിക്കാണിച്ചതിനല്ല, ആ ചൂണ്ടിക്കാണിക്കേണ്ട രീതിയാണ് പ്രശ്നം. പാർട്ടിയിലാണ് പരാതി പറയേണ്ടത്, മാധ്യമങ്ങളുടെ മുമ്പിലല്ല. അല്ല, മാധ്യമത്തിന് മുമ്പിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ എന്തൊക്കെയുണ്ട് നമുക്ക് അറിയില്ല. ഈ പറഞ്ഞത് ശരിയാണോ, ആരോപണം മാത്രമാണോ, ഇതൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ മൂപ്പന്റെ രീതി അനുസരിച്ച് ഇപ്പം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പല പോലീസുകാരും ശരിയായിരുന്നു, പലതും ശരിയായിരുന്നു. തൃശ്ശൂർ പൂരം കലയ്ക്കുമായി ബന്ധപ്പെട്ട് കേസന്വേഷണം നടത്തുന്നുണ്ട്. ഈ RSS-ഉമായിട്ടുള്ള കൂടിക്കാഴ്ച ബന്ധപ്പെട്ട് അതിന് മുമ്പ് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതായത് പുള്ളിക്കാരൻ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒരു റിയാസ് മാത്രം നിലനിന്നാൽ മതിയോ എന്ന് ചോദിച്ചത് മന്ത്രി റിയാസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് റിയാസിന് വേണ്ടിയല്ല പാർട്ടി, അതായത് മുഹമ്മദ് റിയാസിന് വേണ്ടി മാത്രമല്ല ഇങ്ങനെ പാർട്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്ന്. അതായത് മുഹമ്മദ് റിയാസിന് വേണ്ടി നിൽക്കുന്നത് പിണറായി അവസാന കമ്മ്യൂണിസ്റ്റ് CM ആകും. അത് തോന്നൽ മാത്രമാണ്, അല്ല അത് പുള്ളിക്കാരന്റെ അഭിപ്രായം. അങ്ങനെ മുഖ്യമന്ത്രി പരാജയം, അത് അഭിപ്രായം. ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ യോഗ്യതയില്ല, അഭിപ്രായം. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ വേറൊരു ഇതിൽ കണ്ടു, ആഭ്യന്തര വകുപ്പ് വളരെ കഴിഞ്ഞ കുറച്ച് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വളരെ വീഴ്ച തന്നെയാണ്, കയ്യിൽ പോയ പരിപാടി തന്നെയാണ്. അതേപോലെ മുഖ്യമന്ത്രി ചതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ തമ്മിലുള്ള കാര്യങ്ങളാണ്. ചതിച്ചു എന്ന് പറയുമ്പോൾ അൻവറിന് കിട്ടാതെ വന്ന പല പ്രിഫറൻസുകളും കിട്ടാതെ വന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ അത് കിട്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോ പറഞ്ഞിട്ട് കൊടുക്കാന്നാണെങ്കിലും വാക്ക് പാലിക്കാത്താണെങ്കിലും, വാക്ക് പാലിക്കാന്നാൽ ഇത് ചടപടി നടക്കുന്ന സംഭവമല്ല. CPM-ന് ഏത് പ്രശ്നം എടുത്താലും മാധ്യമങ്ങള് വിമർശനം ഉന്നയിച്ച് വല്ല ചർച്ചാ വിഷയമായി മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ ഒരു നടപടി ഉണ്ടാവുക. അത് പാർട്ടിയുടെ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് അറിയണ്ട, ജനങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ വേറെ വിഷയമുണ്ട്, ഈ IAS ഉദ്യോഗസ്ഥനാണ്. IAS ഉദ്യോഗസ്ഥനെ അങ്ങനെ ചടപടിയൊന്നും എടുത്ത് ഒഴിവാക്കാൻ പറ്റൂല. അല്ല, അങ്ങനെയല്ല അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് അതും കൂടിയാണ് ആയിരിക്കാം എന്നുള്ള ഊഹം. അതും കൂടിയാണ്. അൻവർ പറയുന്നത് എന്താ വെച്ചാൽ ADGP അതല്ല, എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? ഒരു കാൽ കമ്മ്യൂണിസ്റ്റ് ഭാഗത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പക്ഷം വരും. ഇല്ലല്ല, എനിക്ക് പേഴ്സണലി യഥാർത്ഥ കമ്മ്യൂണിസം, ഇപ്പോഴത്തെ നേതാക്കന്മാരെ ഒരാളെ ഞാൻ പറയുന്നില്ല, യഥാർത്ഥ കമ്മ്യൂണിസം എന്താണോ ആ ഒരു കാഴ്ചപ്പാടിനെ ശരിവെക്കുന്ന ആളാണ് ഞാൻ. അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്, ഏറ്റവും നല്ല തീരുമാനങ്ങൾ അവരെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന സഖാക്കൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ നല്ലതാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ കമ്മ്യൂണിസം നല്ലതാണ്, അല്ല ഞാൻ പറയാ, യഥാർത്ഥ കമ്മ്യൂണിസം ഞാനും പറയുന്നു.
പക്ഷെ ഇവിടെ നമുക്ക് അത് നിന്ന് സംസാരിക്കാൻ ഇവിടെ ഇപ്പൊ എന്തായാലും ADGP അങ്ങനെ പുറത്താക്കാത്തത് വലിയൊരു വിമർശനമായിട്ട് മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പുറത്താക്കാൻ പറ്റൂല, അതിന് അതിന്റേതായ സമയമുണ്ട്, അതിന്റേതായിട്ടുള്ള രീതികളുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് മിനിമം ഒരു 1.5 മാസം കൊണ്ട് അത് ആ സ്ഥാനത്ത് അയാൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിൽ അയാൾ തുടരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയുന്ന പോലെ CPM-ന്റെ ഏറ്റവും വലിയൊരു അപജയമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ വരാൻ തന്നെയാണ് സാധ്യത. എന്തൊക്കെ പറഞ്ഞാലും PV അൻവർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഭയങ്കരമാണ്. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് അല്ല, അവിടുത്തെ ഒരു കാര്യത്തിൽ മാത്രമാണ് അത് വിയോജിപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ചിന്തിക്കുമ്പോൾ ന്യായമല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഈ പറഞ്ഞതുകൊണ്ട് യോജിക്കാനുള്ളത്, ഒരു പാർട്ടി നിൽക്കുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, ലീഗ് ആവട്ടെ, മറ്റേത് പാർട്ടി ആവട്ടെ, ആ പാർട്ടിയിലെ മന്ത്രി ആയിരിക്കെ MLA ആയിരിക്കെ, അല്ലെ പോട്ടെ എന്തോ ആവട്ടെ, ആ പാർട്ടിയിൽ അംഗത്വമുള്ള ആളെന്ന രീതിയിൽ ആദ്യത്തെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഈ പബ്ലിക്കലി പറയുന്നതിന് മുമ്പ് അതിന് എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള പറയുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഇവിടുത്തെ പ്രശ്നവും ഇപ്പൊ നിലമ്പൂരുമായി ബന്ധപ്പെട്ട്, നിലമ്പൂര് എന്ന് പറഞ്ഞാൽ PV അൻവറാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും അൻവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ്, പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയത്, അതായത് ഭരണത്തിൽ ഉണ്ടാക്കിയത്, MLA എന്ന നിലയിൽ കൊണ്ടുവന്നുള്ള വികസനങ്ങളൊക്കെ 100% പെർഫെക്റ്റ് ആണ്. അപ്പം ഈ അൻവറിന്റെ ഈ ഒരു പ്രസ്താവന ഏറ്റവും കൂടുതൽ മാനസികമായിട്ടും പാർട്ടി ഫിസിക്കലായിട്ടും ബാധിക്കും നിലമ്പൂരിന്. ഒരുപാട് സഖാക്കള് ഇത് കേട്ടിട്ട് എന്താണ് ഈ ഒരു ഇത്തരത്തിലൊരു പ്രസ്താവന പെട്ടെന്നാണ് ഷിഫ്റ്റ് വന്നിട്ടുള്ളത്. ഒരു 2-3 ആഴ്ചക്കുള്ളില് ഇപ്പം നമ്മളെ നിലമ്പൂരിന്റെ ഇതുണ്ടല്ലോ, കേരള യാത്ര, നവകേരള യാത്ര, ഈ കേരളത്തിലെ നമ്പർ 1 നവകേരള യാത്ര നിലമ്പൂരാണ് നടന്നിട്ടുള്ളത്. അത് അൻവർ എന്ന് പറയുന്ന ഒരാളുടെ കഴിവ് കൊണ്ടും പാർട്ടിയുടെ പിന്തുണ കൊണ്ടുമാണ്. അപ്പൊ അത്രയും അന്നൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രസംഗിച്ചതും അൻവർ പ്രസംഗിച്ചതും ഒക്കെ അത്രയും മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ട് അധികം ഒരു താമസമില്ലാതെ എത്ര പെട്ടെന്ന് ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ അതിലെന്തൊക്കെയോ മറ്റു കാര്യങ്ങളും മറ്റു അജണ്ടകളും ഉണ്ടോ എന്ന് ഞാൻ അറിയാതെ. പക്ഷെ അത് ഞാൻ പക്ഷേ നേരെ തിരിച്ചാ കണ്ടത്. അതായത് നല്ലത് കണ്ടപ്പോ നല്ലത് പറയും, മോശം കണ്ടപ്പോ മോശം പറയും ചെയ്തു. അല്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. അതാണ് ഇത് ഉണ്ടായ സംഭവങ്ങളല്ല. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയതിനു ശേഷം, വ്യക്തമായ തെളിവുകൾ കയ്യിൽ വെച്ചതിന് ശേഷമാണ് അൻവർ സംസാരിക്കുന്നത്. അന്നങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലല്ലായിരിക്കാം. ഇന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായി ഇപ്പൊ സംസാരിക്കാൻ ടൈമായി എന്ന് തോന്നിയപ്പോ അവർ സംസാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയും നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോ എന്റെ അഭിപ്രായത്തിൽ അൻവർ എന്ന് പറയുന്ന ആളുടെ ധൈര്യം ആരൊക്കെ പറഞ്ഞ് സമ്മതിച്ചേ പറ്റും. 2, അൻവർ ആയത് അൻവറിനാൽ തന്നെയാണ്, അല്ലാതെ ഒരാളും പൊക്കി വെച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ട്, ഈ പറയുന്ന നിലമ്പൂരിലുള്ള പാർട്ടി പ്രവർത്തകർ, സഖാക്കള്, LDF പ്രവർത്തകരെല്ലാം കൂടി നല്ല പട്ടിയെ പോലെ പണിയെടുത്തിട്ട് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. അൻവർ പറഞ്ഞു. പക്ഷേ അതിനുള്ള ഒരു എന്താ പറയാ, ഒരു അടിത്തറ ഉണ്ടായി കൊടുത്തു എന്നുള്ളത് തന്നെ ഉള്ളൂ. ബാക്കി ഫുൾ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മൂപ്പര കൈകൊണ്ട് ഇറങ്ങിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഒരു LDF വേറെ ആരെങ്കിലും മത്സരിച്ചെങ്കിൽ മൂപ്പര കഴിവ് കൊണ്ട് അത് തെറ്റാണ്. കാരണം മൂപ്പര് 2 തവണ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. മൂപ്പര കഴിവ് കൊണ്ടാണെങ്കിൽ അപ്പൊ ജയിക്കണ്ടേ. പക്ഷെ ഇവിടെ അൻവറിന് വേറെ ആരെങ്കിലും നിന്നിരുന്നെങ്കിൽ അന്ന് ഈ സഖാക്കൾ ഇത്രയും പണിയെടുത്തോണ്ട് മാത്രം ജയിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞേ, ഏറനാട് അൻവറിന്റെ സ്വന്തം നാടാണ് അൻവറിന്റെ. അവിടെ മത്സരിച്ചു, എന്തായിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ചു, ജയിച്ചില്ല. അതുപോലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു, ജയിച്ചില്ല. പിന്നെ മത്സരിക്കുന്നത് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിലാണ്. അന്ന് കോൺഗ്രസിന് ജയിക്കാവുന്ന എല്ലാ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ്സുകാരനെ തമ്മി കാല് വാരിയിട്ടാണ് ജയിക്കുന്നത്. ആ പാർട്ടിയുടെ പിന്തുണ കൂടി കോൺഗ്രസ് വിരോധം, കാരണം വോട്ട് ഉണ്ട് നിലമ്പൂർ. ഞാൻ പറഞ്ഞു സപ്പോർട്ട് ഉണ്ട്, പക്ഷെ മുഴുവനായിട്ട് അവരാണ് പറയാൻ പറ്റില്ല. അൻവറിന്റെ കഴിവ് അവിടെ അത്ര വലിയ പ്രസക്തല്ല. ഫസ്റ്റത്തെ പ്രാവശ്യം MLA ആയി ജയിച്ചതിന് ശേഷം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് 10 MLA-മാരെ ആ ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നും അൻവറായിരിക്കും. കാരണം നിലമ്പൂർ പെട്ടെന്ന് 5 കൊല്ലം കൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങള്, വികസനങ്ങൾ, സ്കൂളുകൾ, പാലങ്ങൾ, റോഡുകൾ ഒക്കെ വന്നു. അത് മൊത്തം കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നുള്ള LDF ഗവൺമെന്റിന് കിട്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് മൊത്തത്തിൽ നിലമ്പൂർ കിട്ടുകയും നിലമ്പൂർ MLA നിലയിലുള്ള ഒരു മികവ് കൂടി ആയപ്പോൾ 2ാമത്തെ പ്രാവശ്യവും ജയിച്ചു. അതിനങ്ങനെയാണ് കാണേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഞാൻ പക്ഷെ ഇതിലൊരിക്കലും അയാൾ ചെയ്തതിൽ
തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതായത് ഒറ്റ പറയാനുള്ളത് അത് ഏത് പാർട്ടിയിലാണെങ്കിലും ഒരു കാര്യം പക്ഷെ വേറെ സംഭവം ഉണ്ട്. ഈ പ്രസ്താവന എത്ര സഖാക്കളെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അതെന്തിനാണ് അയാൾ നോക്കണത്? അയാൾ നോക്കണം. എന്തിനു അയാൾ നോക്കണം. അയാളുടെ കുടുംബമാണ്. അയാൾ പല തവണ പറഞ്ഞില്ല എന്റെ കുടുംബമാണ് പാർട്ടി പ്രവർത്തകർ പാർട്ടിക്കാരെന്ന് പറയുന്നത്. ആ കുടുംബത്തെ അയാൾ വേദനിപ്പിച്ചു. അയാൾക്ക് കുറച്ചുകൂടി ക്ഷമിക്കാമായിരുന്നു. കുറെ കൂടെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം, ഞാൻ എന്റെ ഫാമിലി, എന്റെ മകൻ, ഞാൻ ഒരു ഉദാഹരണം പറയാണ്. എനിക്ക് എന്റെ മകൻ വലുത് പ്രിയപ്പെട്ടതാണ്. നാളെ ഒരു തെമ്മാടിത്തരം കാണിച്ച് തല്ല് കിട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയോ കയറി വന്നാൽ ചെകിട്ടത്ത് കൂട്ടിക്കും. അങ്ങനെ തല്ലിടുന്ന അവസ്ഥ വന്നിട്ടില്ല. അത് ആർക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? സമയമായിട്ടില്ല. അങ്ങനെ തീരുമാനത്തിലെത്തേണ്ട സമയമായിട്ടില്ല. ചെയ്തിട്ടില്ലല്ലോ, ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. പറഞ്ഞത് എന്തൊക്കെ വിമർശനങ്ങളാണ് പറഞ്ഞത്? എന്താ റിയാസിന് വേണ്ടിയല്ല പാർട്ടി എന്ന് പറഞ്ഞു. റിയാസിന് അതെന്ത് പ്രസ്താവനയാണ്? റിയാസിന് വേണ്ടി മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്. റിയാസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. റിയാസ് ഇന്നും പാർട്ടിയിലൊന്നും ആളല്ല. പക്ഷെ എന്ന് മുതലാണ് സപ്പോർട്ട് തുടങ്ങിയത്? എന്ത് സപ്പോർട്ട്? റിയാസ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി തുടങ്ങിയ ആളാണ്. യൂണിറ്റ് സെക്രട്ടറി ആയി തുടങ്ങിയിട്ട് ആളാണ് മന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. അല്ലാതെ പിണറായി വിജയൻ പിടിച്ച് മന്ത്രിയാക്കിയ ആളെന്നല്ല. പക്ഷെ പിണറായി വിജയൻ പിടിച്ച് മകനാക്കിയതിനു ശേഷം വന്ന കയറ്റം വെച്ച കയറ്റം ആരായിരുന്നു? മുഹമ്മദ് റിയാസ്. അത്രയും അറിയാത്ത ഡിവൈഎഫ്ഐയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. ആണ്. പക്ഷെ പുള്ളിക്ക് കിട്ടേണ്ട ഒരു പ്രിവിലേജ് മൂപ്പർക്ക് എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഇല്ല. എന്തുകൊണ്ട് കൺസിഡറേഷൻ ഉണ്ട്. എന്ത് കൺസിഡറേഷൻ? അത് നമുക്ക് എല്ലാവരും കാര്യങ്ങളും അറിയുന്ന കാര്യങ്ങളല്ലേ. തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്ന മുഹമ്മദ് റിയാസ് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് വീണ വിജയൻ നാളെ മന്ത്രി ആയാൽ ഓക്കെ, അത് ഈ പറഞ്ഞത് ഓക്കെ അംഗീകരിക്കാം. പക്ഷെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി, SFIയുടെ മേഖല സെക്രട്ടറി, അതുപോലെ ബ്ലോക്ക് സെക്രട്ടറിമാര് എല്ലാ പ്രശ്നം, അങ്ങനെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് ബേപ്പൂര് ഇലക്ഷനിൽ മത്സരിച്ച് 10-30,000 വോട്ടിന് ജയിച്ചതിന് ശേഷം പിണറായി വിജയൻ അടക്കമുള്ള ബാക്കി എല്ലാ മന്ത്രിമാരെയും മാറ്റി പുതിയ മന്ത്രിസഭ കൊണ്ടുവന്നപ്പോഴാണ് അതിന്റെ ഭാഗമായി ഇതൊക്കെ സംഭവിച്ചു. പക്ഷെ പുള്ളി പറയാണ് മുഹമ്മദ് റിയാസിന് വേണ്ടി മാത്രമല്ല പാർട്ടി. അത് പുള്ളിയുടെ അഭിപ്രായം. അത്ര അതിലെന്താണ് വേദനിപ്പിക്കലത്? വേദനിപ്പിച്ചെന്നല്ല പറഞ്ഞത്, അയാളുടെ അഭിപ്രായം. അത് സത്യമാണെന്ന രീതിയിൽ കുടുംബത്തിനെ വേദനിപ്പിച്ചെന്ന് പറയാൻ പറ്റൂല. അത് മൂപ്പര് കാര്യം പറഞ്ഞു. കുടുംബത്തിനെ വേദനിപ്പിച്ചു പറഞ്ഞ അതല്ല, അദ്ദേഹം പാർട്ടിയെ തള്ളി പറയാം. അപ്പൊ ഒരു കുടുംബനാഥൻ ആ ഒരു പാർട്ടി മുഴുവനായിട്ട് പറയാൻ പറ്റിയ രണ്ട് ആഭ്യന്തരം പരാജയമാണ്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ അതല്ല വിമർശിക്കുന്നല്ല പറയുന്നത്, ഇവിടെ പാർട്ടിയും കൂടി അയാൾ വിമർശിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ, മൂപ്പര് പറയുന്നത് കൊടിയേരിയെ പോലെ സഖാവില്ല എന്നുള്ളതാണ്. തികച്ചും തെറ്റായ ഒരു പ്രസ്താവനയാണ്. 100 ആയിരക്കണക്കിന് കൊടിയേരിയെ പോലെ സഖാക്കന്മാരെ നമ്മൾ കാണിച്ചു പാർട്ടിയിൽ നേതൃത്വത്തിലുണ്ട്. ഒന്നോ രണ്ടോ ആള് താൻ സ്വയം നമ്മളെ അൻവർ പറഞ്ഞതിനെ വിമർശിച്ചു എന്നതുകൊണ്ട് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും ഒക്കെ അഴിമതിക്കാരാണ്, പാർട്ടി CPM അതല്ല ഇവിടെ പറയുന്നത്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നൊക്കെ പറയണത് അത് ഒരിക്കലും അംഗീകരിക്കാനില്ല. അതൊക്കെ അത് അയാൾ സംസാരിച്ചപ്പോൾ അയാളുടെ ഭാഗം പറഞ്ഞാൽ ഇതിലും വലിയ പ്രതിസന്ധി ഞാൻ പറയണത്. ശ്രീലങ്കയിലൊക്കെ CPM എന്തായിരുന്നു? അല്ല, എന്തിനാണ് ഇത്ര ഹാലകളല്ല കാര്യം പറയുന്നത്? തോന്നാണ് ഒരു PV അൻവർ അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എല്ലാ ആളുകളും തന്നെയല്ലേ. ഇപ്പൊ ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ എന്റെ അനുഭവം അവിടെ മറ്റു പണ്ട് എന്താ ഇത് ഞാൻ പറയട്ടെ, ഞാനൊരു സ്കൂളിൽ പഠിക്കാൻ പോയി. ആ സ്കൂള് ഭയങ്കര വമ്പൻ സാധനമായിരുന്നു എന്നുള്ളതല്ല, എനിക്ക് ആ സ്കൂളിൽ നിന്ന് എന്ത് അനുഭവം ഉണ്ടായതാണ് ഞാൻ പറയാ. അല്ലാതെ സ്കൂളിന്റെ പാരമ്പര്യം നോക്കിയിട്ട് വാവ് അന്നത്തെ ഒരു കെമിസ്ട്രി അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ പോലെ ഒന്നും മാറില്ലല്ലോ. അന്റെ സ്കൂളിലെ അന്തരീക്ഷം സ്വിച്ചിട്ട് പോലെ മാറും. അല്ല, എന്റെ അനുഭവം എന്താണ്? അതല്ല ഞാൻ പറയാൻ ചോദിക്കുന്നത്. അതല്ല ഞാൻ പറയണത്. ഇതിന്റെ പോസിറ്റീവ് അല്ലല്ല, ചേതോവികാരമല്ല ഞാൻ പറയണത്. അതാണ് പറഞ്ഞത്. ആ ചേതോവികാരം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ഉറപ്പിക്കാൻ പറ്റില്ല. 90% ഉണ്ടെന്ന്. അതാണ് അത്രയും ഒരു ചേതോവികാരം, ഒരു മുൻവിധി, ഒരു അജണ്ട ഇതിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഭാഗം എന്നുള്ള രീതിയിൽ അങ്ങോട്ടൊരു ചായ അല്ല, അങ്ങോട്ടുള്ള ചായ വന്ന രീതിയിൽ ചിന്തിക്കാം, തെറ്റു പറയുന്നില്ല. എന്നാൽ അതിനെ ഒരു തരത്തിലും അങ്ങോട്ടൊരു ചായവോ ഇല്ലാത്ത ഒരാൾക്ക് തിരിച്ചും ചിന്തിക്കാം. അതൊരാളുടെ സ്വാതന്ത്ര്യമാണ്.
അതറിയണമെങ്കിൽ ഇതിന് എന്താണ് സംഭവം, ഇതിന്റെ പുറകിൽ എന്താണ് വ്യക്തമായിട്ട് അറിയണം. വേറെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് CPM-ന്റെ എന്താ പറയാ പിന്തുണ ഇല്ലാതെ നിലമ്പൂർ അൻവർ ജയിക്കാൻ പറ്റുന്നൊക്കെ. അത് വെറും തോന്നലാണ്. അല്ല, അത് ഞാൻ തിരിച്ചെടുക്കും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് CPM-ന്റെ ആവുന്നില്ല, കോൺഗ്രസോ ലീഗോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിൻബലം അല്ലാതെ ജയിക്കാൻ മാത്രമുള്ള നേതാവൊന്നും അൻവർ എവിടെയാണ് ഇല്ലായിരുന്നു. ഇപ്പൊ എന്താ അറിയില്ല, ഇപ്പോഴും ഇല്ല, ഒരു പറയാൻ സംശയമില്ല അതില്. കാരണം ഞാൻ പറയട്ടെ, കേരളത്തില് അല്ല ഇനിയുള്ള ഒരു നീക്കം എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ല, അതവിടെ അല്ല എന്താണ് ഇനി എന്തായാലും CPM PV അൻവറിനെ താങ്ങാൻ എന്തായാലും നിൽക്കൂല, പറയാൻ പറ്റൂല. ഇല്ലല്ല. കാരണം ഇത് അറിയില്ലോ. ഓക്കെ, ഇനി താങ്ങിയില്ല, രാജിവെക്കുകയാണ് വിചാരിക്കുക. അടുത്ത ഇലക്ഷന് മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വതന്ത്രനായിട്ടാണെങ്കിൽ പോലും മറ്റൊരു ഇതിന്റെ പിൻബലത്തിലായിരിക്കാം. ഏത് പാർട്ടി? ലീഗ് ആയിരിക്കാം. ലീഗ് അപ്പൊ UDF ഇവിടെ കോൺഗ്രസിന്റെ സീറ്റല്ല നിലമ്പൂര്. നിലമ്പൂർ മത്സരിക്കണ്ടല്ലോ. ആര്യാട മുഹമ്മദ് അങ്ങനെ ഓക്കെ. നിലമ്പൂരില്ല. അല്ല, നിലമ്പൂർ ഓക്കെ, നിലമ്പൂർ പോയി. എന്നിട്ട് ഞാൻ പറയുന്നത് മറ്റൊരു സ്ഥലത്ത് മത്സരിച്ചു. ലീഗിന്റെ സീറ്റിലൊക്കെ മത്സരിച്ചു. അങ്ങനെ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഇനി മൂപ്പർക്ക് അതിന്റെ ആവശ്യമില്ല. മീൻസ് ഒരു പാർട്ടിന്റെ ഇതൊന്നും വേണമെന്നില്ല. മൂപ്പരുടെ പേരിൽ തന്നെയുള്ള വോട്ടുകൾ ഇനി വരും. കാരണം ഇവിടെ ഏത് രീതിയിലാണ് വോട്ട് വരിക എന്ന് പറയുന്നത് കൂടുതൽ ജയിക്കാനും സാധ്യത ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൂപ്പര് നല്ല പ്രവർത്തകനാണോ അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞ വ്യക്തി എന്നുള്ളതൊന്നുമല്ല. ഇവിടെ വർക്കാണ് എന്തൊക്കെയെന്ന് അറിയോ? CPM എന്ന് പറഞ്ഞ ഒരു പാർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇല്ല, മീൻസ് അടുത്തൊരു സ്വതന്ത്രനാണ്, പക്ഷെ അതിൽ നിന്ന് അതിലെ MLA നിന്നൊരു വ്യക്തി അവിടെ തന്നെ നിന്ന് CPM-ന് അടിച്ചത്. സോ അത് വർക്കാവും. ഇയാള് കാര്യമുണ്ട്, എത്ര വർക്കായാലും സ്വന്തം പാർട്ടിക്കെതിരെ അങ്ങനെയും ചിന്തിക്കും. അതുണ്ട്. ഇപ്പൊ ഒരു ലീഗുകാരന് പിണറായി അൻവറിനോട് ഇഷ്ടമുണ്ടെങ്കിലും അവരെ കോണിച്ചിട്ടുണ്ടെങ്കിൽ കോണിക്ക് കുത്തുള്ളൂ. മറിച്ച് കോണിയുടെ പിന്തുണ വന്നെങ്കിൽ ഓക്കെ. അല്ല, പിന്തുണ വരും. ഞാൻ അങ്ങനെ അതിനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഓൾറെഡി നിലമ്പൂർ നിയോജക മണ്ഡലം ലീഗിന്റെ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഇതിപ്പോ ശരിക്കും വർക്കൗട്ടായി CPM നിലം പതിക്കാണ് വിചാരിക്കുക. മൊത്തത്തിലല്ല നിലം പതിക്കുന്നു. ഞാൻ പറയണത് ഒരു പരിധി വരെ അത് നല്ല കൊള്ളും. നിലമ്പൂര് ഫിസിക്കലി പാർട്ടിക്ക് ഡാമേജ്, നല്ല ഡാമേജ് ഉണ്ടാവും. ഈ ഡാമേജ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്. എന്റെ ഒരു തോന്നലാണ്, അത് മറ്റൊരു പാർട്ടിയിൽ മത്സരിക്കുമ്പോ ആ പാർട്ടിയുടെ നേതാക്കന്മാർ ചിന്തിച്ചേക്കാം, നാളെ ഇയാളെടുത്തിട്ട് പാല് കൊടുത്ത കയ്യിൽ തന്നെ തിരിച്ചു കൊത്തുമോ എന്നുള്ളത്. PC ജോർജിന്റെ അവസ്ഥ അങ്ങനെ വരുമോ എന്നുള്ളതും ഒരു ചോദ്യം. പക്ഷെ അതൊക്കെ എപ്പോന്നറിയോ? ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കറക്റ്റ് ആണ് തെളിയിക്കപ്പെട്ടാൽ നാളെ വളരെ ശക്തമായിട്ട് വീണ്ടും വരികയും തെളിയിക്കുകയും ചെയ്താൽ ഈ പറയുന്ന ആരോപണങ്ങൾ ശരി തന്നെയാണ്, നമ്മൾ മനസ്സിലായില്ല. പക്ഷെ ഇവിടെ ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിന്റെ ഒരു റിസൾട്ടിലേക്ക് എത്താൻ അതിൻ്റെതായിട്ടുള്ള സമയം പാർട്ടിക്ക് ആവശ്യമുണ്ട്, സർക്കാരിനും ആവശ്യമുണ്ട്. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാൻ അൻവർ തയ്യാറായിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അല്ല, ഇതിനിപ്പോ വേറെ സംഭവം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിന്റെ പിന്നിലുള്ള സംഭവം ഉണ്ടല്ലോ, അതെന്താണെന്ന് കൂടി വ്യക്തമാണ്. അപ്പോഴേ നമുക്കറിയാം. അത് ഇനിയിപ്പോ കൂടുതലായിട്ട് വരും. ഇപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ സഖാക്കളൊക്കെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വ്യക്തിപരമായിട്ട്. അപ്പൊ ഇനി ആ സഖാക്കള് അൻവറിന്റെ ഒപ്പം ആണോ പാർട്ടിയുടെ ഒപ്പം ആണോ എന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ വാർത്താ സമ്മേളനം ഇതാക്കണം, ഇന്നത്തെ വാർത്താ സമ്മേളനം അത് ഇനി തൊട്ട് മുമ്പ്, അതായത് 4:30 മണി വരെ പാർട്ടിന്റെ ഉള്ളിൽ നിന്ന് വിമർശിക്കുകയും അൻവറിനെ പാർട്ടിക്കുള്ളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത നൂറുകണക്കിന് സഖാക്കന്മാരെ നമുക്കറിയാം, എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം അത് കുറച്ച് കൂടുതലായി പോയി എന്നും അത് അവരുടെ മാനസികമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാക്കിയെന്നും ആ കാരണം കൊണ്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകള് വീണ്ടും അൻവറിനെതിരെ വിമർശനം ഉന്നയിക്കാനാണ് സാധ്യത. അതന്നെയാണ് അതിന്റെ വാസ്തവം. ഇന്നത്തെ പ്രസ്താവന എന്ന് പറയുന്നത് അത്രയും ഫിസിക്കലായിട്ട് അവർക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. പിന്നെ വളരെ വിരളമായിട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ കേൾക്കുകയാണ് ഈ സാധനം, കേരളം ഒട്ടാകെ മനസ്സിലാക്കുകയും അത് ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ എന്താ ആരോപണം ഒന്നുമല്ല, ഇവിടെ ഒറ്റ അതായത് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ മുഴുവനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ഒന്നും ആരും ചിന്തിക്കൂല. ഒറ്റ കാര്യം ചിന്തിക്കുള്ളൂ, അൻവർ ആ പാർട്ടിയിലെ MLA രീതിയിൽ ആ പാർട്ടിനെ തന്നെ എതിർത്ത് ഒന്നടങ്കം ചവിട്ടി തത്തുന്ന പോലെയാണ് ഫീൽ ചെയ്യുക. അതെല്ലാവരും അങ്ങനെ കണക്കാക്കും. അവിടെയാണ് ഈ പറഞ്ഞ സഖാക്കൾ, അതായത് PV അൻവറിനെ പോലും ഉള്ളിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾക്ക് വേദന ഉണ്ടാവുന്നതും അവർ തിരിയുന്നതും. കാരണം മൊത്തത്തിൽ കേരളത്തിൽ മൊത്തം ഇതിനെ അങ്ങോട്ട് ഒന്നുമല്ലാതൊക്കെയാണല്ലോ, അല്ലെങ്കിൽ കറുപ്പ് പൂശാണ് വേണ്ടത്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാല് അൻവർ പോയി വിചാരിച്ചിട്ട് പാർട്ടി പോകുന്നില്ല, അത് വെറും തോന്നലാണ്. പോയിട്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ അൻവർ പോകുമ്പോ ഒരു ഇളക്കം ഇളക്കിയിട്ടാണ് പോണത്. അതൊക്കെ എന്ത് ഇളക്കാണെങ്കിലും ആ ഇളക്കം പാർട്ടി CPM എന്ന് പറയുന്ന പ്രശ്നം, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏതൊരു നേതാവ് അങ്ങോട്ടോ മാറി അയച്ചാൽ ആ പാർട്ടിയെ ഫിസിക്കലി കുറച്ച് ഡാമേജ് ഉണ്ടാക്കും എന്നല്ലാതെ പാർട്ടിയെ മൊത്തത്തിലാണ്ട് പഠിച്ചില്ലാതാക്കാന്നുള്ളതൊന്നും. പക്ഷെ ഇവിടെ എന്താ വെച്ചാല് നല്ല ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം,
എന്നാൽ ഭരണം എന്ന് പറയുന്ന ഫീൽഡ് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭരിക്കുക, അതിലാവേശം കണ്ടെത്തുക, അത് എല്ലാ പാർട്ടിയിലും ഉണ്ട് സ്വാഭാവികമായിട്ട്. ഇപ്പൊ നാളെ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇതേ പ്രശ്നങ്ങളുണ്ടാവും. ഒരു മറുപടി എന്തായാലും CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൂടെ വരുമ്പോ നമുക്ക് അറിയാം എന്താണ് ഏത് രീതിയിലാണ് മറുപടി പറയുന്നത്. പക്ഷെ വേറെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ശക്തമായുള്ള രീതിയിൽ തന്നെ മറുപടി. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മുടെ പക്ഷെ നിയമപരമായി MLA എന്ന സ്ഥാനം രാജിവെക്കുന്നതിന് നിയമപരമായിട്ടുള്ള ഒരു നീക്കം കൂടി പാർട്ടിയുടെ ഭാഗത്ത് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, മനസ്സിലാക്കും. അതായത് നാളെ അവര് പറയുമ്പോ കൺവിൻസ്ഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഈ PV അൻവർ പറയുന്ന ഓരോ കാര്യത്തിലും കൺവിൻസിങ് സുരേഷ് കൃഷ്ണന്റെ ഒരു അനുഗ്രഹം ഉണ്ട്. കാരണം കൺവിൻസ്ഡ് ആണ് കേൾക്കുമ്പോഴേ നാളെ മുഖ്യമന്ത്രി വന്നിരുന്ന് പറയുമ്പോ ആരോപണങ്ങൾ കൺവിൻസ്ഡ് ആണ്, അതിനൊക്കെ ഒരു പ്രശ്നമില്ല. ഞാനടക്കം അത് പറയുന്നു, ആരോപണങ്ങൾ കൺവിൻസ്ഡ് ആണ്, സത്യസന്ധമായി. പക്ഷേ അതിനൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം വേണ്ട സുഹൃത്തെ. ആ ടൈം അൻവർ കൊടുത്തിട്ടില്ല. അതാണ് പിണറായി വിജയനും മാഷൊക്കെ പറഞ്ഞത്. അതിന്റെ സമയമുണ്ട്. പാർട്ടി അന്വേഷിക്കും, പാർട്ടിയിൽ കത്ത് തന്ന് പാർട്ടിയിൽ കത്ത് കൊടുത്തു, പാർട്ടി അത് അന്വേഷിക്കുന്നുണ്ട്, പാർട്ടിപരമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്, സർക്കാരിന്റെ അന്വേഷണം ഉണ്ട്. ഇപ്പൊ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അത് അന്വേഷണ റിപ്പോർട്ട് വന്ന് അതിന്റേതായിട്ടുള്ള എന്റെ അഭിപ്രായത്തിൽ സ്വാഭാവികമായിട്ടും PV അൻവറിനെ പോലെ ഒരാൾ ഈ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അതിന് കൊടുക്കേണ്ട രീതിയിൽ റെസ്പെക്ട് കൊടുക്കാതെ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നില്ല. നമുക്കിത് ഇവര് കൺസിഡർ ചെയ്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു. അതാരാണ്? അത് ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇപ്പൊ ഇങ്ങോട്ട് വരും ഇപ്പൊ അങ്ങോട്ട് വരും. ആ രീതിയിൽ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നില്ല അൻവർ നാളെ കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ചാൻസസ് കുറവാണ്. ലീഗിനാണ് പിന്നെ ഒരു ചാൻസസ് ഉള്ളത്. പക്ഷെ ലീഗിൽ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് പോകാൻ ചാൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നത് ഇവിടെ അത്രയും ശത്രുപക്ഷത്ത് കണ്ട ഒരാളാണ് കോൺഗ്രസ്, അതുകൊണ്ടായിരിക്കാം. പിന്നെ മുടക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ നിലമ്പൂരൊന്നും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടൊന്നും അൻവർ മത്സരിക്കൂല. അതിന് മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ അവസ്ഥ വേറെ. പക്ഷെ അൻവറിന് ഉള്ളിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ പാർട്ടി. പക്ഷെ സ്ട്രോങ് ആയിട്ട് ഇപ്പം നടപ്പിലാക്കിയാൽ ഒരുപക്ഷെ നിലമ്പൂരും മത്സരിച്ചേക്കാം എന്നാണ് ഞാൻ കാണുന്നത്. നിലമ്പൂർ എങ്ങനെ മത്സരിക്കുന്നു? സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ടി വരും. സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടത് ഇനിയും സമയമുള്ളത് കൊണ്ട് 1.5 വർഷം ഇനി ഉണ്ട്. ഒരു വർഷമല്ലോ, 1 വർഷം ഉണ്ട്. അപ്പൊ അത്രയും സമയം കൊണ്ട് വീണ്ടും, കാരണം ഇതെന്താ പ്രശ്നം വെച്ചാൽ ഒരു വിവാദം ഉണ്ടാവുന്നു, 2 ആഴ്ച അത് കൊണ്ടുനടക്കുന്നത്, പിന്നെ പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഒന്നുമല്ലാതായാൽ ഇപ്പൊ രാജിവെച്ച് ഇത് പിന്നെ ഒന്നും അല്ലാതാകാനുള്ള സമയം തീർച്ചയായിട്ടും 1.5 വർഷം ഉണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഓക്കെ. അതല്ല ഇതിപ്പോ ഇലക്ഷനോട് ചേർന്നൊരു സമയത്ത് വീണ്ടും ഇതുപോലെ വിവാദം ഉണ്ടാക്കാൻ അൻവറിന് കഴിഞ്ഞാൽ അപ്പോ ലീഗിന്റെ എങ്കിലും സപ്പോർട്ടിൽ സീറ്റിന് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്താലോ? കോൺഗ്രസ് ഷൗക്കത്ത് നിലമ്പൂർ ഉള്ളിടത്തോളം കാലം, VS ജോയി ഉള്ളിടത്തോളം കാലം നിലമ്പൂര് ആര്യാടൻ മുഹമ്മദിന് 35 വർഷം പാരമ്പര്യമുള്ള നിലമ്പൂര് കോൺഗ്രസിന്റെ അത്ര അൾട്ടിമേറ്റ് ആയിട്ടുള്ള സീറ്റാണ്. അതിപ്പോ അൻവറിന്റെ കയ്യിൽ ഇരിക്കണതന്നെ അവർക്ക് ഉറക്കം വരാതെ ഒരിക്കലും കോൺഗ്രസ് കൊടുക്കൂല. നാളെ CPM-ൽ ഇവിടെ മത്സരിക്കാൻ വരുന്ന ആള് തീർച്ചയായിട്ടും ഇദ്ദേഹമല്ല, അൻവറല്ല. പകരം വരുന്ന ആള് സ്ട്രോങ് ആയ ഒരാളെ കൊണ്ടുവരൽ അനിവാര്യമാണ്. ആരായിരിക്കും വരിക? സ്ട്രോങ് ആയ ഒരാൾ വന്നാൽ അവരോടൊന്ന് മത്സരിച്ച് ജയിക്കാൻ ഇപ്പത്തെ നിലവിൽ ആര്യാടൻ ഷൗക്കത്തിന് കഴിയും. VS ജോയി ഉണ്ട്. VS ജോയ്ക്കും കഴിയും തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇയാൾ ഈ ലാസ്റ്റ് റോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അൻവർ നിർത്തിയാൽ ജയിക്കും എന്നുള്ളൊരു സാധ്യത ഉണ്ടായാലും അവർ നിർത്തൂല, ഉറപ്പുള്ളത്. പാർട്ടിയിൽ വലിയ പ്രശ്നം ഉണ്ടാവും. കോൺഗ്രസിൽ വന്നാൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. കോൺഗ്രസ് ആയിട്ട് നിൽക്കാം. പക്ഷെ ലീഗിൽ ഞാൻ പറയണത് കോൺഗ്രസിൽ നിന്നാലും പ്രശ്നം വീണ്ടും ഉണ്ട്. അപ്പോഴും ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനെ പോലെ നേതാവ് ഉണ്ട്. പക്ഷേ LDF ഇനി ഇതൊരു പ്രശ്നമാണ്. കാരണം ഇവിടെ ഇദ്ദേഹം നിലമ്പൂർ അൻവരില്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് നിലനിർത്താന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിന്റെ ഒരു കുറവുണ്ട്. പിന്നെ നിലമ്പൂർ സംബന്ധിച്ചും നേതാവ് ഉള്ളത് M സ്വരാജാണ്. M സ്വരാജ് ഇപ്പൊ ഓൾറെഡി ഇവിടെ നാട്ടിലില്ല, എറണാകുളം ബേസിലാണ് പ്രവർത്തനം. പിന്നെ ഇവിടെ ഒരാളെ മത്സരിപ്പിക്കുന്നതൊക്കെ അതൊക്കെ പ്രശ്നം, അതൊക്കെ ഇനി വരാനുള്ള കാര്യങ്ങളാണ്. എന്തായാലും അതിലേക്ക് നമ്മളിപ്പോ ചർച്ച വിടുന്നില്ല. ഇനി ഇത്ര പറയാനുള്ളൂ, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇനിയും സർക്കാർ വേഗിപ്പിക്കാതെ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുക. അൻവറിന്റെ നിലപാട് എന്താണോ ആ നിലപാട് എന്താണെങ്കിലും അതിന്റെ വഴിക്ക് പോവുക. പാർട്ടി പാർട്ടിന്റെ വഴിക്ക് പോകും, അൻവറിന്റെ വഴിക്ക് പോകും. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് എന്റെ ഒരു പേഴ്സണൽ. അത് CPM-ന്റെ രീതി അങ്ങനെയല്ല. ഇതിലും വലിയ നൂലാമാലകൾ, ഇതിലും വലിയ ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ
പാർട്ടിന്റേതായിട്ടുള്ള ടൈമില് പാർട്ടിന്റേതായിട്ടുള്ള ഒരു രീതി ഉണ്ട്. ആ രീതിയിലെ പാർട്ടി പോകുള്ളൂ. അതിന് എത്ര വലിയ പ്രശ്നം എന്തായാലും വരും ദിവസങ്ങളിൽ അപ്പൊ വരും ദിവസങ്ങളിൽ ഇനിയും വാർത്താ സമ്മേളനങ്ങളും വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള പാർട്ടിയുടെ മറുപടി വരാനുണ്ട്, മുഖ്യമന്ത്രിയുടെ മറുപടി വരാനുണ്ട്. അപ്പൊ പലതും വരാനുണ്ട്. എന്താണുള്ളത് ആകാംക്ഷയോട് കാത്തിരിക്കാം.